ഹലോ, എല്ലാവർക്കും ഫുഡ് ഫിയസ്റ്റയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടിലൻ ഐസ്ക്രീം കേക്കാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ബേക്കിംഗ് ടിൻ എടുക്കാം. ഞാനിവിടെ സ്പ്രിംഗ് ഫോം പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഗ്രീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് ബട്ടർ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലവർ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി വന്ന ഫ്ലവർ നിങ്ങൾ കളയുക. അതിനുശേഷം നമുക്കൊരു ബട്ടർ പേപ്പറും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വിസ്ക് വെച്ചും ഇത് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് സ്മൂത്തായി കിട്ടണം. അപ്പം നമ്മുടെ ബട്ടറും പഞ്ചസാരയും ഒക്കെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സോ ഇത് ഓവറായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യാൻ പാടില്ല. ഒരു 30 സെക്കൻഡോളം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനുശേഷം ഞാൻ ഒരു 1/4 കപ്പ് ബട്ടർ മിൽക്ക്, അതായത് മോര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ കുറച്ച് ഉപ്പ്, അതായത് ഒരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടിത് അരിച്ചെടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ബാറ്റർ ആവുന്ന വരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സ്പ്രിംഗ് ഫോം പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്ന് പോവും. അപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. അതിനായി ഞാനൊരു പാത്രം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്കൊരു സ്റ്റാൻഡ് ഇതുപോലെ ഇറക്കി വെക്കുക. ഡയറക്റ്റ് ഹീറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ കേക്ക് ടിൻ ഇതിൽ വെക്കാം. ഓക്കെ, എന്നിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടി ടൂത്ത് പിക്ക് ടെസ്റ്റ് നടത്താം. ഇതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ബാറ്റർ ഒന്നും തന്നെ സ്റ്റിക്കിലില്ലെങ്കിൽ നമ്മൾ കേക്ക് റെഡിയായി. ഞാൻ വേറൊരു കേക്കും കൂടി അവനിൽ വെക്കുകയാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ് ഞാൻ ഒരു കേക്കും കൂടി ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ കേക്കിന് ഉപയോഗിച്ച പാൻ തന്നെ, സ്പ്രിംഗ് ഫോം പാൻ തന്നെ യൂസ് ചെയ്യുക സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഐസ്ക്രീം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം യൂസ് ചെയ്യാം. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മെൽറ്റഡ് ആയിട്ടുള്ള ഐസ്ക്രീം എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഓറിയോ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ഞാൻ കുറച്ച് ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടി കുറച്ച് ഓറിയോ കൂടി പൊടിച്ചെടുത്ത് അതിന് മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ ഓഫ് കേക്കും കൂടി ഇതിന് മേലെ വെച്ച് കൊടുക്കാം. അപ്പം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓവർനൈറ്റ് ഫ്രീസറിൽ ഇത് വെക്കാം. ഓവർനൈറ്റ് വെക്കാൻ ശ്രമിക്കാം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസറിൽ വെക്കണമെങ്കിൽ മാത്രമേ ഇത് സെറ്റ് ആവുള്ളൂ. അപ്പം അടുത്ത ദിവസം അതായത് ഒരു നൈറ്റിന് ശേഷം ഞാനിത് എടുത്തിട്ട് എന്തായാലും ഇതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ ഫ്രീസ് ആയിട്ടുണ്ടാവും. അതൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഹെയർ ഡ്രയർ വെച്ച് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ എല്ലാ വശവും ഒന്ന് ലൂസായി വരും. എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മുടെ കേക്ക് എല്ലാം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. അതിനായി ഞാൻ 1 കപ്പ് ഹെവി വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൈക്രോവേവിൽ 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 3 മിനിറ്റ് ഇതിലിങ്ങനെ സോക്ക് ചെയ്യാൻ വയ്ക്കും. അപ്പോൾ മെൽറ്റാവും. അതൊന്ന് മെൽറ്റായതിന് ശേഷം ഒരു 3 മിനിറ്റിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയായി. ഈ ഗനാഷ് കുറച്ച് ലൂസാണ്. നിങ്ങൾക്ക് തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം എടുത്താൽ അത് കുറച്ചും കൂടി തിക്കായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതുപോലെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് ഗാർണിഷ് ചെയ്യാം. എനിക്ക് നട്ട്സ് കുറച്ചും കൂടി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഫുൾ നട്ട്സ് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ് ഗനാഷ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുമ്പം ഇതുപോലെ തിക്ക് ഫ്രോസ്റ്റിംഗ് ആയിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്കിത് കേക്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഐസ്ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.